ഹായ് ഫ്രണ്ട്സ്, PSC അപ്ഡേറ്റിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 30/1/2025 ഇന്ന് PSCയിൽ നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റുകളാണ്. 5 റാങ്ക് ലിസ്റ്റാണ് വന്നത്. കാറ്റഗറി നമ്പർ 251/2022, 567/2023, 102/2023, 183/2023, 198/2023, 456/2023. ഇത് ഏതൊക്കെയാണ് പോസ്റ്റുകൾ നമുക്ക് നോക്കാം. ആദ്യത്തെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഡ്രൈവർ പാർട്ട് 1 ജനറൽ കാറ്റഗറി ഫസ്റ്റ് NCA നോട്ടിഫിക്കേഷൻ OBC സ്റ്റേറ്റ് വൈഡ് ഇൻ അപെക്സ് സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ലബോറട്ടറി അറ്റൻഡർ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ഇൻ കണ്ണൂർ ഡിസ്ട്രിക്ട്. അതിൻ്റെ കാറ്റഗറി നമ്പർ 198/2023. അടുത്തെന്ന് പറയുന്നത് അസിസ്റ്റന്റ് മാനേജർ കേരള ക്ഷീര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡിന്റെ കീഴിലുള്ളതാണ്. അത് 183/2023 അതിന്റെ കട്ട് ഓഫ്. അടുത്ത് വന്നിരിക്കുന്നത് ഡിവിഷണൽ അക്കൗണ്ടന്റ് ഓഫീസർ കേരള വാട്ടർ അതോറിറ്റി കാറ്റഗറി നമ്പർ 102/2023. അത് SFO ST ഉള്ളി കാറ്റഗറിയുടേതാണ്. അടുത്ത അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ENT ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ 567/2023. അടുത്ത ലെക്ചർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് കാറ്റഗറി നമ്പർ 251/2022. നമ്മൾ ഓരോ റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ലെക്ചറിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് അതിന്റെ റാങ്ക് ലിസ്റ്റ്. അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 78 മാർക്കാണ് അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തെന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ENT ഡിപ്പാർട്ട്മെന്റിന്റെ അതിന്റെ റാങ്ക് ലിസ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്. അതിൽ 14 പേര് ഉൾപ്പെട്ടു. 57 അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇനി അടുത്ത റാങ്ക് ലിസ്റ്റ് ഏതാന്ന് വെച്ചാൽ ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ ആണ്. ആ റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 102/2021 ഒരാൾ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ മാർക്കിന്റെ രീതികൾ 211.25 കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഈ ഒരു എക്സാമിന്റെ മോഡ് ഓഫ് എങ്ങനെയാണ് ഇത് നടത്തുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയില്ല. ഇതിന്റെ മാർക്ക് എന്താണ് ഇങ്ങനെയെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഒരാൾ മാത്രം ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റ് ആണ്. ഡിവിഷണൽ അക്കൗണ്ടന്റ് ഓഫീസർ. ഈ ജോലി ഇയാൾക്ക് തന്നെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇയാൾക്ക് എന്തായാലും കിട്ടുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരാളുണ്ടെങ്കിൽ പോലും PSCയുടെ നിയമനങ്ങളെന്നൊക്കെ നമുക്കറിയാലോ. കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് അസിസ്റ്റന്റ് മാനേജർ ആണ് KRFED-ൻ്റെത്. അതിന്റെ മെയിൻ ലിസ്റ്റിൽ 44 പേര് ഉൾപ്പെട്ടു. 22 അതിന്റെ കട്ട് ഓഫ്. സപ്ലി ലിസ്റ്റ് ഒന്നും ഇല്ല അതിന്. മെയിൻ ലിസ്റ്റിൽ തന്നെ പോകാൻ പാടുള്ളതുകൊണ്ടാണ് സപ്ലി ലിസ്റ്റ് ഒന്നും ഇല്ലാത്തത്. അടുത്തെന്ന് പറയുന്നത് ലബോറട്ടറി അറ്റൻഡറിന്റെ ആണ്. അത് കട്ട് ഓഫ് എത്രയാണെന്ന് വെച്ചാൽ 198/2023. അതിന്റെ മെയിൻ ലിസ്റ്റിലാകെ 5 പേരാണുള്ളത്. സപ്ലി ലിസ്റ്റ് ഒന്നും ഇല്ല. ഇതിലും മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുന്ന എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ഡ്രൈവർ പാർട്ട് 1 അതിന്റെ റാങ്ക് ലിസ്റ്റ് ആണ്. ഇതിലും 4 പേര് മാത്രമാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. ഈ 4 പേർക്കും ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.